മലയാളം സീരിയലുകളിലെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ എല്ലാവരുടെയും മനം കവർന്ന നായകൻ. കുങ്കുമപ്പൂ മുതൽ വ്യത്യസ്തമായ കഥകളിലൂടെ നമുക്ക് പ്രിയങ്കരനായ വ്യക്തി തന്റെ സ്വന്തം കഥയുമായി ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നു. ആരാണെന്ന് കാണാം. വെൽക്കം. ഉനക്ക് ഇപ്പൊ കഥ சொன்னா തൂക്കം വരുമാ? കവറെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ആക്ടിങ്ങോ? ആളെ തന്നെ നിങ്ങൾ സെലക്ട് ആരോടും പറയാത്ത നമുക്ക് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇയാൾക്ക് ഒന്നും പറ്റൂല, സീക്രട്ട് കീപ്പ് ചെയ്യാനും പറ്റൂല. ഇത്ര ദിവസമായിട്ട് മനസ്സിലായില്ലേ? ഷാനവാസ്, ഞാൻ വീണ്ടും പറയുന്നു, ഷാനവാസാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. പറയുന്നത് ഇതിപ്പോ തന്നെ നോക്കൂ. പരിശോധനകൾക്കായി ഷാനവാസിനെ താൽക്കാലികമായി ഒന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. നിനക്ക് മാസാണ് വേണ്ടത്. ഷാനവാസ് ഉമ്മ ഇത് മാത്രമല്ല, എല്ലാ ഗെയിമും അയാൾ കുളമാക്കുന്നത്. നല്ല ഗെയിമറാണ്. പുള്ളി എന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി എല്ലാം ഭയങ്കര കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ എടുക്കുന്ന ഒരാളാണ്. ഷാനവാസ് ഗംഭീരം. താങ്ക് യു ബിഗ് ബോസ്. ഏൽപ്പിച്ച ദൗത്യം മനോഹരമായി ചെയ്തു. താങ്ക് യു. അഭിനന്ദനങ്ങൾ. ഷാനവാസ് ഖാൻ എന്ന് പറയുന്ന ഒരു മാസ് എന്റിറ്റി, നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ഹീറോ. അവകാശം ലംഘനം ചെയ്താൽ ഞാൻ പ്രതികരിക്കും. അത് ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്നിട്ട് കാര്യമില്ല, ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്നിട്ട് കാര്യമില്ല. ഡ്യൂട്ടി കയറും, വേഗം പോയി ആജ്ഞാപിക്കണ്ട. സംസാരിക്കാൻ പിന്നെ ആജ്ഞാപിക്കില്ലേ? അനീഷിന്റെയും ഷാനവാസിന്റെയും കുടുംബങ്ങളാണ് ആദ്യം വരാൻ പോകുന്നത്. കഥ തുടരും ചന്ദ്രനായി. ഷാനവാസ് പല സ്ഥലത്തും ശുദ്ധനായൊരു മനുഷ്യനാണ്. എടുത്തിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ അനീഷ്. ലാലേട്ട, എനിക്ക് ഡൗട്ടൊന്നുമില്ല, ഞാനിത് കൊടുക്കാൻ പോകുന്നത് ഷാനവാസിനാണ്. ഇതിൻ്റെ ഒരു ചേട്ടനാണ്. കുറച്ച് സംടൈംസ് ഞാൻ വിചാരിക്കും ഇതെൻ്റെ ഒരു മെൻറ്ററാണ്, സംടൈംസ് ഞാൻ വിചാരിക്കും എൻ്റെ ഒരു അച്ഛനാണ്. അങ്ങനെയൊക്കെ എനിക്ക് വിചാരിച്ചിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ വിചാരിക്കും ഇത് എന്ത് മനുഷ്യനാണ്, എന്നേക്കാൾ വട്ടനാണോ എന്ന് ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ട്. 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഷാനവാസ് ഒരു ജെനുവിൻ പേഴ്സണാലിറ്റിയാണ്. ജീവിതകാലം മുഴുവൻ എനിക്ക് ഈ സൗഹൃദം കൊണ്ടുപോകണമെന്നുണ്ട്. ആൻഡ് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട്. എന്റർടൈനർ, അതെ, വൺ എന്റർടൈനർ ആണ്. ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത് നിങ്ങൾ ഇത്ര എന്റർടൈനർ ആണെന്ന്. കുറച്ചുകൂടെ നേരത്തെ അറിഞ്ഞെങ്കിൽ ഞാൻ കൂടുമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, എല്ലാത്തിനും അതിൻ്റെതായ സമയം. പ്രേക്ഷകരോട് പറയാനുള്ളത് ബിഗ് ബോസിലും അവരെന്നെ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയിലാണ്. കഥാപാത്രം മുതൽ ഈ ടെലിവിഷൻ രംഗത്തുള്ള എൻ്റെ ഈ കലാരംഗത്തുള്ള എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുള്ള നിങ്ങൾ ഈ ബിഗ് ബോസിലൂടെയും എനിക്ക് സപ്പോർട്ട് തരും എന്നുള്ള പ്രതീക്ഷയിലൂടെ